വിവാഹിതരും പങ്കാളിയോട് എല്ലാ കാര്യത്തിലും വിശ്വസ്തരായവരും ചില സന്ദർഭങ്ങളിൽ ദാമ്പത്യത്തിന് പുറത്തുള്ള ബന്ധങ്ങൾ തേടി പോകാറുണ്ട്. കുടുംബജീവിതത്തിലെ പാളിച്ചകളും പങ്കാളിയുമായുള്ള സ്വരച്ചേർച്ചയില്ലായ്മയും ഒരു നിമിഷത്തിൽ തോന്നുന്ന വികാരങ്ങളുമൊക്കെയാണ് പലരെയും വിവാഹേതര ബന്ധങ്ങളിലേക്ക് നയിക്കുന്നത്. ദാമ്പത്യ ജീവിതത്തിലെ അവിശ്വാസത്തിന് കാരണമാകുന്ന ഇത്തരം പ്രവൃത്തികൾ നൈമിഷികമായ സുഖവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ നൽകുമെങ്കിലും ചിലപ്പോഴെങ്കിലും അതിന്റെ പേരിൽ വലിയ വില കൊടുക്കേണ്ടി വരാം. ഇത്തരം റിലേഷൻഷിപ്പുകൾ തെറ്റാണെന്ന് മനസ്സിലാക്കി തിരികെ വരാൻ ശ്രമിക്കുമ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോകാം. തൊടുപുഴ സ്വദേശിയായ പ്രസാദിന്റെ ജീവിതത്തിലും അതാണ് സംഭവിച്ചത്. അയാളുടെ വഴിവിട്ട ബന്ധത്തെക്കുറിച്ച് കാമുകി ഭാര്യയോട് പറഞ്ഞതിലുള്ള പക, പിന്നീട് പെൺസുഹൃത്തിനെ കൊലപ്പെടുത്താനുള്ള നീക്കം, ഗുരുവായൂരിൽ പെൺവേഷത്തിലെത്തി യുവതിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തെ അതീവ ഗൗരവത്തോടെ കാണണം. ഇതോടൊപ്പം പുതുക്കാട് യുവാവിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസും വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കേരളത്തിലെ റോഡുകളിലൂടെ വാഹനവുമായി സഞ്ചരിക്കാൻ തന്നെ പേടി തോന്നുന്ന കാലമാണ്. ഒരു വശത്ത് ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾ, തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ. ഇതോടൊപ്പം അപകടകരമാണ് പൊതുനിരത്തിൽ പൊട്ടിത്തെറിക്കുന്ന മനുഷ്യരും. വാഹനത്തിന്റെ ഹോൺ മുഴക്കിയതിനും സൈഡ് കൊടുക്കാതിരിക്കുന്നതിനും ഒക്കെ സഹജീവികളെ കൊലപ്പെടുത്തുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത്. തൃശൂർ പുതുക്കാട് പിക്കപ്പ് വാനിടിച്ച് യുവാവ് മരിച്ച സംഭവം ആസൂത്രിത കൊലപാതകമെന്നാണ് ആരോപണം. വെറും 10 മിനിറ്റിന്റെ ഉണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പരാതി. വാക്കുതർക്കത്തിന് പിന്നാലെ തമിഴ്നാട് സ്വദേശികൾ വാഹനമിടിപ്പിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പട്ടാമ്പി സ്വദേശി റിജാസിന്റെ മരണത്തിൽ കുടുംബം റൂറൽ എസ്.പിക്ക് പരാതി നൽകി. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് പുതുക്കാട് സിഗ്നലിന് സമീപമുണ്ടായ അപകടത്തിന്റെ ദൃശ്യമാണിത്. പട്ടാമ്പി സ്വദേശി റിജാസ് സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ പിന്നിൽ നിന്നെത്തിയ പിക്കപ്പ് വാൻ ഇടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ റിജാസ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് പാലക്കാട് സ്വദേശിനി ശ്രീഷ്മ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. ആദ്യം ഇത് സ്വാഭാവിക അപകടമെന്നാണ് കരുതിയത്. പിന്നീട് അപകടത്തിൽ പരിക്കേറ്റ സുഹൃത്ത് ശ്രീഷ്മയുടെ വെളിപ്പെടുത്തലാണ് കേസിൽ വഴിത്തിരിവുണ്ടാക്കിയത്. അപകടത്തിന് 10 മിനിറ്റ് മുമ്പ് പിക്കപ്പ് വാനിൽ ഉണ്ടായിരുന്നവരുമായി റിജാസും സുഹൃത്തും വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ആ വൈരാഗ്യത്തിന്റെ പേരിൽ വാഹനത്തിലുണ്ടായിരുന്ന തമിഴ്നാട് സ്വദേശികൾ മനഃപൂർവ്വം ബൈക്കിലേക്ക് വാഹനം ഇടിച്ചു കയറ്റുകയായിരുന്നുവെന്ന് റിജാസിന്റെ പിതാവ് ആരോപിക്കുന്നു. ഇത് മനഃപൂർവ്വം ചെയ്തുള്ള ഒരു സംഭവമാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും തെളിഞ്ഞിട്ടുണ്ട്. ഇത് ചെറിയൊരു വാക്കുതർക്കത്തിന്റെ മുകളിൽ വേണ്ടിയിട്ട് റോഡിലൂടെ യാത്ര ചെയ്തു എന്തോ ഒരു നിസ്സാര കാര്യം അവർ പുറകുന്ന ഇടിച്ചിട്ടുള്ളത്, ഇടിപ്പിച്ച് കൊന്നിട്ടുള്ളത്. കൊല്ലാൻ ശ്രമിച്ചതല്ല, കൊന്നിട്ടുള്ളത്. അങ്ങനെ തന്നെ കൊടുക്കണത്. വേറെ വൈരാഗ്യങ്ങളോ ഒന്നുമില്ല. അവനുമായിട്ട് ഇവര് മുന്നേ കണ്ടോ അല്ലെ ഇവൻ അവരെ കണ്ടോ ഒരു ബന്ധങ്ങളും ഇല്ല. ഇതെല്ലാം ആ ഒരു 15 മിനിറ്റിനുള്ളിൽ നടന്നുള്ള കാര്യം. റിജാസിനൊപ്പം ബൈക്കിലുണ്ടായിരുന്ന യുവതി അപകടത്തിന് മുമ്പ് വാക്കുതർക്കം നടന്നതായി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. വാഹനം ഓടിച്ചവർ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയതായും പിതാവ് പറയുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നത് കേസിൽ നിർണായകമാണ്. ദൃശ്യങ്ങളിൽ പിക്കപ്പ് വാൻ ബൈക്കിൽ ഇടിക്കുന്നതും തുടർന്ന് നിയന്ത്രണം വിട്ട് മുന്നിലുണ്ടായിരുന്ന വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറുന്നതും കാണാം. റിജാസിന്റെ വാഹനത്തെ പിന്തുടർന്ന് ഇടിച്ചു തെറിപ്പിച്ച ശേഷം പിക്കപ്പ് വാൻ നിർത്താതെ മുന്നോട്ട് പോകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അപകടത്തിന്റെ യഥാർത്ഥ സാഹചര്യങ്ങൾ വിശദമായി അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി നടപടി സ്വീകരിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം തൃശൂർ റൂറൽ എസ്.പിക്ക് പരാതി നൽകി. ന്യൂസ് 18 തൃശൂർ. നമ്മുടെ സമൂഹത്തിൽ വിവാഹേതര ബന്ധങ്ങൾ വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. ഇത്തരം റിലേഷൻഷിപ്പുകൾ താൽക്കാലിക സുഖവും സന്തോഷവും നൽകുമെങ്കിലും അതിന്റെ അന്ത്യം എപ്പോഴും ദുരന്തത്തിലായിരിക്കുമെന്ന സത്യം പലരും തിരിച്ചറിയാറില്ല. ഗുരുവായൂരിൽ പെൺവേഷം കെട്ടിയെത്തി യുവതിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിന് പിന്നിൽ ഒരു വഴിവിട്ട ബന്ധത്തിന്റെ കഥ പറയാനുണ്ട്. തൊടുപുഴ സ്വദേശിയായ പ്രസാദും
യുവതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഭാര്യയോട് പറഞ്ഞതിന്റെ വിരോധത്തിൽ പെൺസുഹൃത്തിനെ കൊല്ലാൻ അയാൾ പദ്ധതിയിടുകയായിരുന്നു. ബുധനാഴ്ചയാണ് 5 അംഗ സംഘത്തെ ഗുരുവായൂരിൽ വെച്ച് പോലീസ് പിടികൂടിയത്. ഇവരുടെ വാഹനത്തിൽ നിന്ന് ലഹരി വസ്തുക്കളും കണ്ടെടുത്തു. തൊടുപുഴയിലെ ഒരു സ്പായിൽ ജോലി ചെയ്യുകയായിരുന്ന യുവതിയുമായി പ്രസാദിന് അടുപ്പമുണ്ടായിരുന്നു. അവർ കുറച്ചുനാൾ ഒരുമിച്ച് താമസിക്കുകയും ചെയ്തതാണ്. ഇടയ്ക്ക് ഈ യുവതിയുമായുള്ള ബന്ധം പ്രസാദ് അവസാനിപ്പിച്ചു. തുടർന്ന് ഈ യുവതി പ്രസാദിന്റെ ഭാര്യയോട് വിവരങ്ങൾ പറയുകയും ബന്ധം തെളിയിക്കുന്ന ചിത്രങ്ങൾ അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇത് കുടുംബ പ്രശ്നങ്ങളിലേക്ക് നയിച്ചതിനെ തുടർന്നാണ് യുവതിയെ കൊലപ്പെടുത്താനുള്ള ആസൂത്രണം നടക്കുന്നത്. അതിനിടെ തൊടുപുഴയിൽ നിന്ന് യുവതി ഗുരുവായൂരിലേക്ക് ജോലി മാറിപ്പോയി. ജോലി വിവരവും താമസസ്ഥലവും അന്വേഷിക്കുന്നതിനായാണ് പ്രസാദ് വേഷം മാറി ഗുരുവായൂരിലെത്തിയത്. സഹായത്തിന് 2 സുഹൃത്തുക്കളെയും കൂടെ കൂട്ടി. യുവതിയെ കണ്ടെത്തി സംഘത്തോടൊപ്പം കൊലപാതകം നടത്താനായിരുന്നു പ്രസാദിന്റെ പദ്ധതി. എന്നാൽ സ്ത്രീവേഷത്തിൽ ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ കണ്ട പ്രസാദിനെ പോലീസ് സംശയാസ്പദമായി ചോദ്യം ചെയ്തതോടെയാണ് സംഭവത്തിന്റെ ചുരുളഴിയുന്നത്. താൻ കൂട്ടുകാരിയെ കാണാൻ വന്നതെന്നായിരുന്നു പ്രസാദ് പോലീസിനോട് പറഞ്ഞത്. പന്തികേട് തോന്നി സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് കൂടുതൽ ചോദ്യം ചെയ്തു. അപ്പോഴാണ് ഇവർ സംഘം ചേർന്ന് യുവതിയെ കൊലപ്പെടുത്താൻ എത്തിയതാണെന്ന വിവരം ലഭിക്കുന്നത്. ഒപ്പമുള്ള 4 പേരെ ഗുരുവായൂരിലെ ലോഡ്ജിൽ നിന്നും പിടികൂടി. ഇവരുടെ പക്കൽ നിന്ന് 16 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവർ മുങ്ങാനുള്ള ശ്രമത്തിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. തൊടുപുഴ സ്വദേശികളായ ആദർശ്, പ്രസാദ്, ഷാഹിദ്, സ്റ്റീഫൻ, ഇടുക്കി മാത്തപ്പാറ സ്വദേശി ബിനീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് പോലീസ് പറയുന്നു. ന്യൂസ് 18 തൃശൂർ. ഒരു പെണ്ണായി ജനിച്ചതുകൊണ്ട് ജീവിതത്തിൽ കണ്ണീരും വേദനയും അനുഭവിക്കേണ്ടി വന്ന ഒരു 15-കാരിയുടെ കഥ. സ്വന്തം വീട്ടിൽ പോലും കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ല എന്നത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. പത്തനംതിട്ടയിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ആദ്യമായി ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയത് സ്വന്തം അച്ഛനാണ്. പിന്നീട് അയാൾ പലർക്കായി മകളെ കാഴ്ചവെക്കുന്നു. സഹപാഠിയോട് പീഡന വിവരം പെൺകുട്ടി പറഞ്ഞതോടെയാണ് 3 വർഷമായി തുടരുന്ന ഞെട്ടിപ്പിക്കുന്ന ലൈംഗിക പീഡനം പുറത്തുവന്നത്. കേസിലെ 7 പ്രതികളിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിദേശത്തുള്ള കുട്ടിയുടെ അച്ഛനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. കുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛനിൽ നിന്ന് ലൈംഗിക അതിക്രമം നേരിട്ടത്. കുട്ടിയും കുടുംബവും താമസിക്കുന്ന വാടക വീട് കേന്ദ്രീകരിച്ചാണ് ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടത്. ലൈംഗിക അതിക്രമത്തിന് ഇരയായ വിവരം സഹപാഠികളോട് കുട്ടി പങ്കുവച്ചതിനെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുഖാന്തരം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കേസിൽ അച്ഛൻ ഉൾപ്പെടെ 7 പേരാണ് പ്രതികൾ. അതിൽ 2 പേർ അറസ്റ്റിലായി. കുട്ടി ലൈംഗിക പീഡനത്തിനിരയായതായി വൈദ്യപരിശോധനയിലും വ്യക്തമായിട്ടുണ്ട്. മലയാലപ്പുഴ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. 7 കേസുകളാണ് പോലീസ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഒരു കേസ് പെരുന്നാട് പോലീസിന് കൈമാറും. പെൺകുട്ടി താമസിക്കുന്ന വാടക വീടിന്റെ ഉടമയും അതേ കെട്ടിടത്തിലെ മറ്റൊരു താമസക്കാരനും കുട്ടിയെ പീഡനത്തിനിരയാക്കി. ഇവർ 2 പേരുമാണ് അറസ്റ്റിലായത്. പ്രതികളിൽ ഒരാൾ മരിച്ചു. വൈദ്യപരിശോധനയും കുട്ടിയുടെ മൊഴിയും ശേഖരിച്ച് പഴുതടച്ചുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. ഞാനൊരു അധ്യാപികയാണ്, ഒരു ആൺകുട്ടിയുടെ അമ്മയാണ്. ബാങ്ക് അക്കൗണ്ട് മൈനസാണ്. കോഴിക്കോട് വടകരയിലെ MDMA കേസിൽ പിടിയിലായ അധ്യാപിക കീർത്തന മാധ്യമങ്ങളോട് പറഞ്ഞതാണിത്. ഇങ്ങനൊരു തോന്നൽ അവർക്കുണ്ടായിരുന്നെങ്കിൽ ലഹരി ഇടപാടിന് കൂട്ടുനിൽക്കുമായിരുന്നു. സ്വന്തം മകനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഓർത്തിരുന്നെങ്കിൽ മയക്കുമരുന്ന് കച്ചവടത്തിലേക്ക് തിരിയുമായിരുന്നു. കോടതിക്ക് മുൻപാകെയും പ്രതി ഇത്തരം വാദങ്ങൾ ഉയർത്തിയെങ്കിലും കീർത്തനയെ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു. കേസിൽ ഇതുവരെയും 5 പേർ അറസ്റ്റിലായെങ്കിലും മുഖ്യപ്രതിയായ 22-കാരൻ ഇപ്പോഴും കാണാമറയത്താണ്.
വെള്ളിയാഴ്ച വൈകിട്ട് 5 മണി വരെയാണ് വടകര NDPS കോടതി കീർത്തനയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. 3 ദിവസമാണ് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടതെങ്കിലും കോടതി 2 ദിവസമാണ് അനുവദിച്ചത്. കീർത്തനയുടെ അക്കൗണ്ടിലേക്ക് വൻതോതിൽ പണമെത്തിയെന്ന പോലീസ് വാദം തെറ്റാണെന്ന് കീർത്തനയുടെ അഭിഭാഷകൻ വാദിച്ചു. പ്രതികളിൽ ഒരാളുമായി 5000 രൂപയുടെ ഒറ്റ ഇടപാട് മാത്രമാണ് കീർത്തനയ്ക്കുള്ളത്. സുഹൃത്തായ കാവ്യയോട് കീർത്തന പണം കടം ചോദിച്ചിരുന്നു. ഈ പണം പ്രതിയുടെ അക്കൗണ്ടിൽ നിന്നാണ് വന്നതെന്നും പ്രതിഭാഗം വാദിച്ചു. തന്റെ 2 അക്കൗണ്ടുകളും മൈനസ് ബാലൻസ് ആണെന്ന് കീർത്തന മാധ്യമങ്ങളോട് പ്രതികരിച്ചു. താൻ അധ്യാപികയും ആൺകുട്ടിയുടെ അമ്മയുമാണ്. MDMA ഇടപാടുകൾ നടത്തിയിട്ടില്ലെന്നും കീർത്തന പറയുന്നു. എന്റെ 2 സ്റ്റേറ്റ്മെന്റും കൊയിലാണ്ടിയും ഗ്രാമീണും കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുക. സ്റ്റേറ്റ്മെന്റ് എടുക്കുക. മൈനസ് ആണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നിടത്ത് എല്ലാം സത്യം വിചാരിച്ചിട്ട് മാധ്യമങ്ങൾ അത് അറിയണം. സത്യം നിങ്ങൾ കറക്റ്റായിട്ട് സത്യം ഇല്ല, പങ്കില്ല. നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. നിങ്ങൾ എന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. കൊയിലാണ്ടി ഗ്രാമീണ ബാങ്ക്, കനറ ബാങ്ക് കേട്ടോ, അതിന് മൈനസ് ആണ്. നിങ്ങൾ MDMA കൊടുത്തിട്ടില്ല? ഇതുവരെ കൊടുത്തിട്ടില്ല. ഞാനൊരു അധ്യാപികയാണ്, ഒരു ആൺകുട്ടിയുടെ അമ്മയാണ്. ശാസ്ത്രീയ തെളിവുകളുടെയും ഡിജിറ്റൽ രേഖകളുടെയും പിൻബലത്തിലാണ് അറസ്റ്റെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. പിടിയിലായ അധ്യാപികമാരായ കീർത്തന, കാവ്യ, നീഷ്മ എന്നിവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ ലഹരി ഇടപാടുകൾ നടന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ലഹരി ശൃംഖലയുടെ ആഴവും സാമ്പത്തിക ഇടപാടുകളും വ്യക്തമാക്കാൻ കീർത്തനയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പോലീസ് അറിയിച്ചു. കീർത്തനയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത ശേഷം കേസിൽ ഉൾപ്പെട്ട മറ്റു പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങാനാണ് പ്രത്യേക സംഘത്തിന്റെ തീരുമാനം. പ്രതികളുടെ അക്കൗണ്ടുകൾക്കപ്പുറം മറ്റുള്ളവരുടെ അക്കൗണ്ടുകളിലൂടെ ATM വഴി പണം പിൻവലിച്ചവരെ കണ്ടെത്താനുള്ള പരിശോധനകളും പുരോഗമിക്കുകയാണ്. പിടിയിലായ അധ്യാപികമാർ മയക്കുമരുന്ന് ഇടപാടിലൂടെ ലഭിച്ച പണം കണ്ണൂർ ഇരട്ടി സ്വദേശിയായ ജിജിൻ കുര്യാക്കോസ് നൽകുകയും ജിജിൻ ഈ പണം വയനാട് സ്വദേശിയായ ഷിൻഡോയ് കൈമാറുകയും ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾക്കായി അയൽ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ്. 1 കോടിയോളം രൂപ 6 മാസത്തിനുള്ളിൽ നൽകിയിരുന്നു. ഷിൻഡോയെ പിടികൂടുന്നതോടെ വിദേശത്തു നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വടകരയിലേക്ക് ലഹരി എത്തിക്കുന്ന വൻ റാക്കറ്റിലെ പ്രധാനികളെ കൊടുക്കാനാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. കീർത്തനയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസിൽ കൂടുതൽ അറസ്റ്റുകളും ഉണ്ടായേക്കും. ന്യൂസ് 18 കോഴിക്കോട്. ആദ്യം പെൻഷൻ വാങ്ങി ശിഷ്ടജീവിതം നയിക്കാൻ അനുവദിക്കില്ലെന്ന ഭീഷണി, പിന്നാലെ തന്നെ പിടിക്കാൻ പോലീസിനോട് വെല്ലുവിളി. കുപ്രസിദ്ധ ഗുണ്ട അർജുൻ ആയങ്കിയാണ് ഒളിവിലിരുന്ന് വീണ്ടും ഭീഷണിയും വെല്ലുവിളിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനു പിന്നാലെയാണ് ആയങ്കി ഊന്നുകൽ CIക്ക് നേരെ ഫേസ്ബുക്കിലൂടെ ഭീഷണി മുഴക്കിയത്. വാട്സാപ്പിലൂടെ പോലീസ് ഉദ്യോഗസ്ഥനുമായി നടത്തിയ ചാറ്റും തന്റെ വെല്ലുവിളി സന്ദേശവും അർജുനായെങ്കിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന്റെ തലേന്ന് കോതമംഗലത്ത് പുന്നേക്കാനുള്ള റിസോർട്ടിൽ നിന്ന് അർജുനായെങ്കിൽ ഉൾപ്പെടെ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതാണ് സംഭവങ്ങളുടെ തുടക്കം. പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷം കോതമംഗലം SHOയെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണിപ്പെടുത്തി അർജുനായെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റിടുന്നു. പിന്നാലെ SHOയെ ഭീഷണിപ്പെടുത്തിയതിന് പോലീസ് കേസ്. ഈ കേസിൽ അർജുനായെങ്കിൽ മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും തിങ്കളാഴ്ച ഹർജി തള്ളി. ഇതിനു പിന്നാലെ താൻ ഊന്നുകൽ CIക്ക് കീഴടങ്ങാമെന്ന് കാട്ടി മെസ്സേജ് അയച്ചെന്ന് അർജുനായെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച സന്ദേശത്തിൽ പറയുന്നു. ഊന്നുകൽ CIക്ക് അയച്ച സന്ദേശമാണിതെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. താൻ കീഴടങ്ങാമെന്ന് അറിയിച്ചിട്ടും തന്റെ സുഹൃത്തുക്കളുടെ പിന്നാലെ പോലീസ് പോയി എന്നാണ് ആയങ്കിയുടെ ആരോപണം. കീഴടങ്ങാം, സ്റ്റേഷനിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടും നിനക്കെന്നെ അങ്ങ് പിടിച്ചേ മതിയാവൂ എന്നുണ്ടെങ്കിൽ നീ എന്നെ വന്ന് പിടിക്കുക. ആയങ്കിയുടെ വെല്ലുവിളി ഇങ്ങനെയാണ്: ഞാൻ നിന്നോട് കീഴടങ്ങാം, സ്റ്റേഷനിലേക്ക് വരാം എന്ന് പറഞ്ഞിട്ടും എനിക്കെന്നെ വന്ന് പിടിച്ചേ മതിയാവൂ എന്നുണ്ടെങ്കിൽ നീ എന്നെ വന്ന് പിടിക്കും. നീ ഇനി വന്ന് പിടിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. ഞാൻ ഏതായാലും ഹൈക്കോടതിയിൽ ഞാൻ നിർത്തണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഞാൻ ഇനി ജാമ്യം എടുത്തിട്ടേ വരുന്നുള്ളൂ. അതിനു മുമ്പേ നിനക്ക് എന്നെ പിടിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ ഈ പിടിക്കും. ഇതിന് പുറമെ കോതമംഗലം ഇൻസ്പെക്ടർക്കെതിരെയുള്ള ഭീഷണി ആവർത്തിക്കുകയും ചെയ്തു. ഒരു കേസിൽ എന്നെയും എൻ്റെ സുഹൃത്തുക്കളെയും കൂട്ടിക്കൊണ്ടുപോയി 21 ദിവസം ജയിലിൽ കിടത്തിയ ആള് നിന്റെ ആളായിരിക്കും. അപ്പോൾ അവന് കൊടുക്കേണ്ടത് കൊടുത്തിട്ടുമില്ല ഇതുവരെയും. അത് സമയമാകുമ്പോൾ ഞാൻ കൊടുക്കുമെന്നും ഭീഷണിയുണ്ട്. നിന്റെ സഹപ്രവർത്തകൻ നിന്റെ ആളായിരിക്കും CI. എന്നെ വേണ്ടാത്ത കേസിലേ, അനാവശ്യമായിട്ടൊരു കേസിലേ എന്നെ എൻ്റെ സുഹൃത്തുക്കളെയും കൂട്ടിക്കൊണ്ടുപോയി 21 ദിവസം ജയിലിൽ കിടത്തിയ ആള് നിന്റെ ആളായിരിക്കും.
അപ്പോൾ അവന് കൊടുക്കേണ്ടതേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. കൊടുക്കേണ്ടത് കൊടുത്തിട്ടുമില്ല ഇതുവരെ. അത് കൊടുക്കും, അത് സമയമാകുമ്പോൾ ഞാൻ കൊടുക്കും. ഞാനിത് കുറച്ച് കാലമായി ഞാൻ പോലീസുകാർക്കാണെന്ന് തുടങ്ങിയിട്ടു. നിൻ്റെ ബുദ്ധിക്കനുസരിച്ച് എനിക്ക് എന്നെ പിടിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ നീ പിടിക്കും. ഞാൻ ഈ കീഴടങ്ങുന്നില്ല, ഹാജരാകുന്നു കേട്ടാ. സമാധാനപരമായി പെൻഷൻ വാങ്ങി ശിഷ്ടജീവിതം നയിക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു അർജുനായെങ്കിൽ മുൻപ് SHOയെ ഭീഷണിപ്പെടുത്തി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത്. ഊന്നുകൽ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് പോലീസിന് നേരെ പുതിയ ഭീഷണിയും വെല്ലുവിളിയും. ന്യൂസ് 18 കൊച്ചി. കാക്കിയിട്ടവരെ പോലും പേടിയില്ലാത്ത രീതിയിലേക്ക് ഈ സമൂഹം മാറുന്നത് അങ്ങേയറ്റം അപകടകരമാണ്. ലഹരി മാഫിയയും മദ്യപ സംഘങ്ങളും ഇപ്പോൾ പോലീസിനെ പോലും ആക്രമിക്കുന്ന കാഴ്ച. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് കഞ്ചാവ് മാഫിയ സംഘങ്ങളെ പിടികൂടുന്നതിനിടെയാണ് പോലീസുകാർക്ക് നേരെ ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ 3 പോലീസുകാർക്ക് പരിക്കേറ്റു. കഞ്ചാവ് വിൽപ്പന ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ സഹോദരങ്ങളെ വിഴിഞ്ഞം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഉച്ചയോടെയാണ് വിഴിഞ്ഞത്തെ നിരവധി കേസുകൾ പ്രതിയും കഞ്ചാവ് മാഫിയ സംഘത്തിലെ ഇടനിലക്കാരുമായ തിരുവല്ലം സ്വദേശി അനന്തുകൃഷ്ണനും സഹോദരൻ യദുകൃഷ്ണനും പിടിയിലാകുന്നത്. ഇരുവരെയും പിടിക്കുന്നതിനിടയിൽ വിഴിഞ്ഞ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരായ വിനയകുമാർ, റെജി, രാകേഷ് എന്നിവരാണ് ആക്രമണത്തിനിരയായത്. പരിക്കേറ്റ പോലീസുകാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: വെങ്ങാനൂർ ഭാഗത്തെ പ്രധാന കഞ്ചാവ് വിൽപ്പനക്കാരനായ ചൈനാഖിൽ എന്ന് വിളിക്കുന്ന അഖിലുമായി അനന്തുകൃഷ്ണന്റെ സംഘവും 6 മാസം മുമ്പ് തെറ്റിയിരുന്നു. ഇത് പലപ്പോഴും കയ്യാങ്കളികൾക്കും ഇടയാക്കി. അടുത്തിടെ ചൈനാഖിലിന്റെ കൂട്ടാളിയായ വിഷ്ണുവിനെ യദുകൃഷ്ണൻ കാറിൽ കയറ്റിക്കൊണ്ടുപോയി മർദ്ദിച്ചിരുന്നു. ഇതറിഞ്ഞ അഖിൽ ഇവരെ വെല്ലുവിളിക്കുകയും തുടർന്ന് വെങ്ങാനൂർ സ്കൂൾ ഗ്രൗണ്ടിൽ ഇരു സംഘങ്ങളും മാരകായുധങ്ങളുമായി ഏറ്റുമുട്ടുകയും ഉണ്ടായി. സംഭവസ്ഥലത്ത് നിന്ന് കടന്നുകളഞ്ഞ വിഷ്ണുവിനെ പിന്തുടർന്ന യദുകൃഷ്ണൻ ഉൾപ്പെടെയുള്ള 6 സംഘം വെങ്ങാനൂർ മുക്കോലക്കൽ ഭാഗത്ത് വെച്ച് ഇയാൾ സഞ്ചരിച്ച ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ച ശേഷം വെട്ടിപ്പരിക്കേൽപ്പിച്ചു. മൂർച്ചയില്ലാത്ത ആയുധമായതിനാലാണ് വിഷ്ണുവിന്റെ ജീവൻ നഷ്ടമാകാഞ്ഞതെന്ന് പോലീസ് പറയുന്നു. വിഷ്ണു ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇയാളുടെ പരാതിയിൽ കേസെടുത്ത വിഴിഞ്ഞം പോലീസ് പ്രതികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചപ്പോൾ അനന്തുകൃഷ്ണനും യദുകൃഷ്ണനും തൃശൂരിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണെന്ന് വിവരം ലഭിച്ചു. തുടർന്ന് പൂങ്കുളം ഭാഗത്തു നിന്നും കാറിൽ കയറുന്നതിനിടയിൽ പ്രതികളെ പിടികൂടാൻ ശ്രമിക്കുമ്പോൾ ആക്രമണ ശ്രമമുണ്ടായി. അനന്തുവിനെ കസ്റ്റഡിയിലെടുത്തെങ്കിലും യദുകൃഷ്ണൻ രക്ഷപ്പെട്ടു. പിന്തുടർന്ന പോലീസുകാരെ വീണ്ടും ആക്രമിച്ചുവെങ്കിലും അതിസാഹസികമായി ഇയാളെയും കീഴ്പ്പെടുത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. യദുകൃഷ്ണനെ വിലങ്ങിട്ട് സ്റ്റേഷനിലെത്തിക്കുന്നതിനിടയിൽ കയ്യിലെ വിലങ്ങുകൊണ്ട് രാകേഷ് എന്ന പോലീസുകാരന്റെ മുഖത്തിടിച്ചു പരിക്കേൽപ്പിച്ചു. മൂക്കിന്റെ പാലം തകർന്ന രാകേഷിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. തിരുവല്ലം പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ റൌഡി ലിസ്റ്റിലെ പ്രതിയാണ് യദുകൃഷ്ണൻ. 2 വധശ്രമ കേസുകളും ഇയാൾക്കെതിരെ ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു. ലഹരിക്കടത്തിനു പുറമെ പിടിച്ചുപറി, മോഷണം, ഗുണ്ടായിസം ഉൾപ്പെടെ നിരവധി കേസുകൾ പ്രതികളാണ് ഇരുവരും. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ഒരു പോലീസ് ജീപ്പ് വരുന്നത് കണ്ടാൽ ഏതൊരു കുറ്റവാളിയും ഭയപ്പെട്ടിരുന്നൊരു കാലമുണ്ട്. എന്നാൽ ഇപ്പോൾ ആരെയും പേടിയില്ലാത്ത രീതിയിലേക്ക് ക്രിമിനൽ സംഘങ്ങൾ മാറുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ പിങ്ക് പോലീസിന്റെ വാഹനത്തിന് മുകളിൽ കയറിയിരുന്ന് പരാക്രമം കാട്ടിയ ഒരു മദ്യപാനെ കുറിച്ചാണ് പറയുന്നത്. നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിന് സമീപത്തായിരുന്നു സംഭവം. അരമണിക്കൂറോളം വാഹനത്തിന്റെ മുകളിലിരുന്നയാളെ പോലീസ് ഇറക്കിവിട്ടു. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ പോലീസ് ഇയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പട്രോളിംഗിന്റെ ഭാഗമായാണ് പിങ്ക് പോലീസ് നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തിയത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ വാഹനം നിർത്തി പുറത്തുപോയപ്പോഴായിരുന്നു മദ്യപന്റെ അഭ്യാസ പ്രകടനം. മദ്യലഹരിയിലായിരുന്ന ഇയാൾ ആദ്യം വാഹനത്തിൽ ചാരി നിൽക്കുകയും പിന്നീട് വാഹനത്തിന്റെ പുറത്തു കയറിയിരിക്കുകയുമായിരുന്നു. ഏറെ നേരം ഇങ്ങനെ ഇരുന്നിട്ടും അസഭ്യവർഷം ഭയന്ന് നാട്ടുകാരും അടുത്തില്ല. അരമണിക്കൂറോളം ഇയാൾ ഇങ്ങനെ ഇരുന്നു. തുടർന്ന് പോലീസ് എത്തി വിരട്ടി താഴെ ഇറക്കി വിടുകയായിരുന്നു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ മദ്യപനെ കണ്ടെത്തി കൂടുതൽ നടപടികളിലേക്ക് നീങ്ങാനുള്ള ശ്രമത്തിലാണ് നെയ്യാറ്റിൻകര പോലീസ്. ന്യൂസ്
ന്യൂസ് 18 നെയ്യാറ്റിൻകര. പണ്ടു മുതൽ നമ്മുടെ ചെവികളിൽ കേട്ടുപതിഞ്ഞ ഭീതിപ്പെടുത്തുന്ന ഒരു വാക്കാണ് റാഗിംഗ്. റാഗിങ്ങിന്റെ ഇരകളായി മരിച്ചവരെക്കാളേറെ അതിന്റെ മെന്റൽ ട്രോമയുമായി ജീവിക്കുന്ന കുറെ കുട്ടികളുടെ കഥ കേട്ടിട്ടുണ്ട്. ഇത് നിയമം മൂലം നിരോധിച്ച കുറ്റകൃത്യമാണെങ്കിലും നമ്മുടെ പല സ്കൂളുകളിലും കോളേജുകളിലും പരസ്യമായും രഹസ്യമായും റാഗിംഗ് നടക്കുന്നുണ്ടോ എന്നത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. മംഗളൂരു ശ്രീനിവാസ കോളേജിൽ ഡ്രസ് കോഡിനെ ചൊല്ലിയുള്ള മർദ്ദനത്തിൽ 5 മലയാളി വിദ്യാർത്ഥികൾ അറസ്റ്റിലായി. കണ്ണൂർ, തൃശൂർ സ്വദേശികളാണ് കേസിലെ പ്രതികൾ. റാഗിങ്ങിനിരയായ വിദ്യാർത്ഥികൾ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. മംഗളൂരു ശ്രീനിവാസ കോളേജിൽ കറുത്ത ഷൂ ധരിച്ചെത്തിയ ജൂനിയർ വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ച കേസിലാണ് 5 പേർ അറസ്റ്റിലായത്. ലോജിസ്റ്റിക്സ് ഡിപ്ലോമ 2ാം വർഷ വിദ്യാർത്ഥികളായ കണ്ണൂർ കൗവായി മാത്തിൽ സ്വദേശി വേദാനന്ദ സുഹാസ്, രാമന്തളി എട്ടിക്കുളം സ്വദേശി റഹാൻ MP, പയ്യന്നൂർ സ്വദേശി റോഹൻ രമേശ്, തൃശൂർ കാരമുക്ക് സ്വദേശി രഞ്ജിത് PR, കണ്ണൂർ മാടായി സ്വദേശി മുഹമ്മദ് അർബാൻ P എന്നിവരാണ് അറസ്റ്റിലായത്. BBA ഹോസ്പിറ്റൽ മാനേജ്മെന്റ് വിദ്യാർത്ഥികളായ കോഴിക്കോട്, തൃശൂർ സ്വദേശികളായ ആദർശ്, ജസീൻ ഖാദർ എന്നിവർക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം ക്രൂരമായ മർദ്ദനമുണ്ടായത്. കോളേജ് ക്യാമ്പസിന് പുറത്തു നടന്ന സംഭവമായതിനാൽ വിദ്യാർത്ഥികൾക്കെതിരെ കൂട്ടം ചേർന്ന് ആക്രമിച്ചതിന് മാത്രമാണ് പോലീസ് കേസെടുത്തത്. കോളേജിൽ ഷൂസ് ധരിച്ചെത്തിയതിനായിരുന്നു സീനിയർ വിദ്യാർത്ഥികൾ ഇവരെ റാഗിങ്ങിന് ഇരയാക്കിയത്. പിന്നീട് ഗുജരക്കേരിയിലെ ചായക്കടയ്ക്ക് സമീപത്ത് വെച്ചായിരുന്നു മർദ്ദനം. പരിക്കേറ്റ വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഫുള്ള് തെളിവിച്ചിട്ട് എന്നോട് പറഞ്ഞേ, ജോഡല്ലേ ഞാൻ പറഞ്ഞേ ചേച്ചി കൂട്ടൊന്നും എടുത്ത് 2-3 ദിവസം ഞാൻ വിട്ടിട്ട് കാണിക്കല്ലേ കോളേജ് ക്യാമ്പസിലെന്ന് പറഞ്ഞേ. പക്ഷെ ഞാൻ പറഞ്ഞ ഞാൻ എന്നറിയാ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞേ ഞാനും ഇവനും ഫോറം മാളിൽ കഫേയിൽ പണിക്ക് പോയതാന്ന് പറഞ്ഞേ. പണിക്ക് പോയിട്ട് എടുത്താന്ന് പറഞ്ഞേ. അപ്പോൾ ഇവര് അത് ഡ്രസ് ചെയ്തില്ല. അപ്പോൾ ഇവന്റെ അടുത്ത് പോയിട്ട് ഇവന്റെ കഴുത്ത് പിടിച്ചൊരു ഞെരുക്കിങ്ങനെ കഴുത്ത് പിടിച്ചിട്ട്. സംഭവത്തിൽ 6 പേർക്കെതിരെയാണ് പാണ്ഡ്യേശ്വർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കോടതിയിൽ ഹാജരാക്കിയ 5 വിദ്യാർത്ഥികൾക്കും ഉപാധികളോടെ ജാമ്യം നൽകി. പോലീസ് കേസെടുത്തതിന് പിന്നാലെ ആക്രമണം നടത്തിയ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി മാനേജ്മെന്റ് അറിയിച്ചു. ഇവരെ കോളേജിൽ നിന്ന് പുറത്താക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും കോളേജ് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് 18 മംഗളൂരു. മലേഷ്യയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ച സംഭവം അട്ടിമറി ശ്രമമായിരുന്നു. യാത്രക്കാരെ ഭീതിയിലാഴ്ത്തിയ കേസിന് പിന്നീട് മലയാളിയാണ്. പാലക്കാട് കൂറ്റനാട് സ്വദേശി ജംഷീർ അത്താണിക്കൽ എന്ന യാത്രക്കാരനെ നെടുമ്പാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. വിമാനത്തിന്റെ വിൻഡോ പാനൽ കേടുവരുത്തുകയും എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഇയാളെ മറ്റ് യാത്രക്കാർ തടഞ്ഞതിനാൽ വൻ അപകടം ഒഴിവായി. ജംഷീറിനെ ചോദ്യം ചെയ്തു വരികയാണെന്നും പശ്ചാത്തലമടക്കം പരിശോധിക്കുന്നുവെന്നും നെടുമ്പാശ്ശേരി പോലീസ് പറഞ്ഞു. ബുധനാഴ്ച രാത്രി കോലാലംപൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്ന വിമാനത്തിലാണ് സംഭവം. ഓടി 231 നമ്പർ വിമാനത്തിലെ സീറ്റ് നമ്പർ 12A യാത്ര ചെയ്യുകയായിരുന്നു ജംഷീർ. പെട്ടെന്ന് ഇയാൾ വിമാനത്തിന്റെ എമർജൻസി എക്സിറ്റ് ഡോർ ബലമായി തുറക്കാൻ ശ്രമിക്കുകയും എമർജൻസി വിൻഡോ പാനൽ തകർക്കുകയുമായിരുന്നു. ഇത് തടയാൻ ശ്രമിച്ച് വിമാനത്തിലെ മറ്റു യാത്രക്കാരെയും ക്യാബിൻ ക്രൂവിനെയും ജംഷീർ ഭീഷണിപ്പെടുത്തിയെന്നും FIRലുണ്ട്. വിമാനത്തിലുണ്ടായിരുന്ന ക്യാബിൻ ക്രൂവും മറ്റു യാത്രക്കാരും ചേർന്ന് ജംഷീറിനെ ബലമായി പിടിച്ചുമാറ്റുകയായിരുന്നു. വിമാനം ലാൻഡ് ചെയ്യാൻ അരമണിക്കൂർ ബാക്കിയുള്ളപ്പോഴായിരുന്നു യുവാവിന്റെ പരാക്രമം. CISF കസ്റ്റഡിയിലെടുത്ത പ്രതിയെ പിന്നീട് നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറി. ജംഷീറിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. വിമാനത്തിനുള്ളിൽ പ്രകോപനപരമായ സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലെന്നും ഏതു സാഹചര്യത്തിലാണ് ജംഷീർ വാതിൽ തുറക്കാൻ ശ്രമിച്ചതെന്നുമുള്ള കാര്യം അന്വേഷിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി. ജംഷീർ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്തിരുന്നത് എന്നാണ് വിവരം. ഇയാളുടെ പശ്ചാത്തലമടക്കം പരിശോധിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി.
നമ്മൾ സാധാരണ പോസ്റ്റ് ഓഫീസിൽ പോകുന്നത് എന്തിനു വേണ്ടിയാണ്? കത്തോ മറ്റ് അപേക്ഷകളോ ഒക്കെ അയക്കാനാണല്ലേ? അങ്ങനെയുള്ളൊരു പോസ്റ്റ് ഓഫീസിൽ കള്ളൻ എന്താണ് കാര്യം? കൊല്ലം കടക്കലിലെ ഒരു മോഷ്ടാവിനെ പിടികൂടിയപ്പോഴാണ് പോസ്റ്റ് ഓഫീസ് കവർച്ചയുടെ കഥ പുറത്തു വന്നത്. സംസ്ഥാനത്തെ വിവിധ പോസ്റ്റ് ഓഫീസുകളിലെ ലോക്കറുകൾ കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ കേസിൽ ഉത്തർപ്രദേശ് സ്വദേശിയാണ് പിടിയിലായത്. എറണാകുളത്ത് മറ്റൊരു കവർച്ചയ്ക്ക് തയ്യാറെടുക്കുമ്പോഴാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഉത്തർപ്രദേശ് സ്വദേശി 25-കാരനായ ആസിഫ് റാസയെയാണ് കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 22-ന് കടക്കൽ പോസ്റ്റ് ഓഫീസിലെ ലോക്കർ കുത്തിപ്പൊളിച്ച് 1.25 ലക്ഷം രൂപ കവർന്ന കേസിലാണ് അറസ്റ്റ്. പ്രതിയെ ചോദ്യം ചെയ്തപ്പോഴാണ് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ വിവിധ പോസ്റ്റ് ഓഫീസുകളിൽ സമാന രീതിയിൽ മോഷണം നടത്തിയിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് പൂവാർ, കാട്ടാക്കട, കടക്കൽ, പാലോട്, എഴുകോൺ, കുണ്ടറ എന്നീ പോസ്റ്റ് ഓഫീസുകളിൽ മോഷണം നടത്തുകയും ലക്ഷക്കണക്കിന് രൂപ മോഷ്ടിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വളരെ വ്യക്തമായി അന്വേഷണം നടത്തുകയും തെളിവുകളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ വളരെ കുറ്റകൃത്യമായ അന്വേഷണത്തിലൂടെയാണ് പോലീസ് ഇന്നലെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. സൈബർ പോലീസിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ പ്രതി എറണാകുളത്തുണ്ടെന്ന് മനസ്സിലാക്കുകയും ലോഡ്ജിൽ താമസിച്ച് മറ്റൊരു മോഷണത്തിന് തയ്യാറെടുക്കുന്നതിനിടെ പ്രതിയെ പോലീസ് സാഹസികമായി പിടികൂടുകയായിരുന്നു. മുറിയിൽ നിന്ന് കട്ടിംഗ് മെഷീനും പോസ്റ്റ് ഓഫീസിലെ സ്റ്റാമ്പുകളും രേഖകളും പോലീസ് കണ്ടെടുത്തു. പ്രതി ഉപയോഗിച്ചിരുന്ന സിം കാർഡ് സഹോദരന്റെ പേരിലുള്ളതാണെന്നും മോഷണത്തുക ഉത്തർപ്രദേശിലുള്ള സുഹൃത്തിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചതായും അന്വേഷണത്തിൽ തെളിഞ്ഞു. മോഷണത്തിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊല്ലം. ക്യാമ്പസ് രാഷ്ട്രീയം കേരളത്തിലെ പല കലാലയങ്ങളിലും വിദ്യാർത്ഥികളുടെ ചോരയും കണ്ണീരും വീഴ്ത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി കുട്ടികൾ പരസ്പരം തമ്മിലടിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തപ്പോൾ അവിടെ നിരവധി അമ്മമാരുടെ കണ്ണീർ വീണിട്ടുണ്ട്. എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യുവിന്റെ കുടുംബം ഇപ്പോഴും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസ് നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. പ്രതികൾക്കെതിരെ IPC 323 വകുപ്പ് കൂടി ചുമത്താൻ കോടതി അനുമതി നൽകി. 16 പ്രതികളും കോടതിയിൽ ഹാജരാകാതിരുന്നതിനാൽ അതിൽ അതൃപ്തി പ്രകടിപ്പിച്ച കോടതി തിങ്കളാഴ്ച എല്ലാവരും നേരിട്ട് ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഭിമന്യു കൊലപാതക കേസിൽ വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കി 4 മാസത്തിനകം വിധി പറയണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെ കേസിൽ മറ്റൊരു നിർണായക നടപടി കൂടി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിലവിലുള്ള കുറ്റങ്ങൾക്കൊപ്പം IPC 323 വകുപ്പും പ്രതികൾക്കെതിരെ ചുമത്താൻ അനുമതി നൽകി. വിചാരണയ്ക്കിടെ രേഖപ്പെടുത്തിയ സാക്ഷിമൊഴികളും തെളിവുകളും പരിശോധിച്ച ശേഷമാണ് അധിക വകുപ്പ് ഉൾപ്പെടുത്താൻ കോടതി തീരുമാനിച്ചത്. നിലവിൽ കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന 16 പ്രതികൾക്കെതിരെയും ഈ വകുപ്പ് കൂടി ചുമത്തും. എന്നാൽ പുതിയ കുറ്റം ചുമത്തുമ്പോൾ അത് ഓരോ പ്രതിയെയും നേരിട്ട് വായിച്ചു കേൾപ്പിക്കണമെന്നാണ് നിയമ നടപടി. അതിനാലാണ് പ്രതികളുടെ വ്യക്തിപരമായ ഹാജർ നിർബന്ധമാക്കിയത്. വ്യാഴാഴ്ച ഒരു പ്രതി പോലും കോടതിയിൽ ഹാജരാകാതിരുന്നതിൽ കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. തിങ്കളാഴ്ച 16 പ്രതികളും നേരിട്ട് ഹാജരാകണമെന്ന് കോടതി കർശനമായി നിർദ്ദേശിച്ചു. അഭിമന്യുവിന്റെ അമ്മ ഭൂപതി സമർപ്പിച്ച ഹർജിയിലാണ് കേസിൽ ഹൈക്കോടതി നേരിട്ടിടപെട്ടത്. വിചാരണ വർഷങ്ങളായി നീണ്ടുപോകുന്നതും പ്രതികൾ ആവർത്തിച്ച് ഹാജരാകാതിരുന്നതും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിചാരണ 4 മാസത്തിനകം പൂർത്തിയാക്കി വിധി പറയാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. 2018 ജൂലൈ 2-നാണ് മഹാരാജാസ് കോളേജ് ക്യാമ്പസിൽ SFI പ്രവർത്തകനും 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയുമായിരുന്ന അഭിമന്യു കുത്തേറ്റ് കൊല്ലപ്പെട്ടത്. ക്യാമ്പസിലെ ചുമരെഴുത്തിനെ ചൊല്ലിയുണ്ടായ രാഷ്ട്രീയ വൈരാഗ്യമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. സംഭവത്തിൽ മറ്റ് SFI പ്രവർത്തകർക്കും പരിക്കേറ്റിരുന്നു. തുടർന്ന് 16 പ്രതികൾക്കെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും വിവിധ നിയമ നടപടികളും ഹർജികളും കാരണം വിചാരണ വർഷങ്ങളോളം നീണ്ടു. പ്രതികളുടെ സാന്നിധ്യത്തിൽ പുതുക്കിയ കുറ്റങ്ങൾ വായിച്ചു കേൾപ്പിച്ചതിനു ശേഷം വിചാരണ അന്തിമഘട്ടത്തിലേക്ക് കടക്കും. 8 വർഷമായി നീളുന്ന അഭിമന്യു വധക്കേസിൽ നിർണായകമായ നിയമ നടപടികളാണ് ഇനി വരും ദിവസങ്ങളിൽ അരങ്ങേറുക.
ന്യൂസ് 18 കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. പൂജപ്പുര സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന് തടവുകാരന്റെ മർദ്ദനം. ദൈനംദിന സന്ദർശനത്തിനെത്തിയ സൂപ്രണ്ട് വിനോദ് ജോർജിനെയാണ് ലഹരി കേസിലെ പ്രതി ഷെഫീഖ് ആക്രമിച്ചത്. ട്രെയിനുകളിൽ സ്ഥിരമായി മൊബൈൽ ഫോൺ മോഷണം നടത്തിയിരുന്ന 2 കുപ്രസിദ്ധ മോഷ്ടാക്കൾ അറസ്റ്റിലായത് ഇടുക്കി സ്വദേശികളായ നിസാർ സിദ്ദിഖ്, ഫൈസൽ അലി എന്നിവർ. KSRTC ബസ്സിൽ യാത്ര ചെയ്തിരുന്ന സ്ത്രീയുടെ കഴുത്തിൽ നിന്ന് സ്വർണ്ണ ചുട്ടി പിടിച്ചുപറിച്ച കേസിൽ തമിഴ്നാട് സ്വദേശികളായ 2 സ്ത്രീകൾ പിടിയിൽ. ബീന, വസന്ത എന്നിവരെയാണ് കൊട്ടാരക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. കോട്ടയം തീക്കോയിലെ ശിശുവിൽപ്പനയിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. 1-ാം പ്രതി രാജയുടെ പങ്കാളി അപർണയാണ് പിടിയിലായത്. തൃശൂർ കുന്നംകുളത്ത് ബേക്കറിയിൽ കവർച്ച. വിൽക്കാൻ വെച്ചിരുന്ന കുപ്പിവെള്ളവും 1500 രൂപയും നഷ്ടമായി. ക്ലാസ് മുറിയിൽ സംസാരിച്ചതിന് അധ്യാപകൻ വിദ്യാർത്ഥിയെ മർദ്ദിച്ചതായി പരാതി. പാലക്കാട് തൃക്കടീരി PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ നൌഷാദ് മുഖത്തടിച്ചുവെന്നാണ് പരാതി. പാലക്കാട് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായി മോഷണം നടത്തുന്ന തമിഴ്നാട് സ്വദേശിയായ യുവാവ് പിടിയിലായത് തിരുച്ചിറപ്പള്ളി സ്വദേശി വേലുച്ചാമി. മലപ്പുറം മഞ്ചേരിയിൽ 95 ഗ്രാം MDMAയും 3,80,000 രൂപയുമായി 6 പേർ പിടിയിൽ. പോലീസും ഡാൻസ് ഓഫ് സ്ക്വാഡും ചേർന്ന് പിടികൂടിയത് മുഹമ്മദ് മിറാഷ്, മുഹമ്മദ് ആഷിഫ്, മുഹമ്മദ് ഫാസിൽ, മുഹമ്മദ് റിഷാദ്, മുഹമ്മദ് ഫായിസ്, ഹാദിൽ മുബാറക് എന്നിവരെ. ചെറിയ പ്രായത്തിൽ കുട്ടികളോട് എല്ലാവർക്കും ഒരു വാത്സല്യം തോന്നാറില്ല. ചിലപ്പോൾ ബന്ധുക്കളും അയൽവാസികളും ഒക്കെ സ്നേഹം കാരണം കുഞ്ഞുങ്ങളെ ചുംബിക്കുകയും കെട്ടിപ്പിടിക്കുകയുമൊക്കെ ചെയ്യാറുണ്ടല്ലേ? എന്നാൽ കുട്ടികൾ വളർന്നു കഴിയുമ്പോൾ അതേ രീതിയിൽ തന്നെ വാത്സല്യം പ്രകടിപ്പിച്ചാലോ? അങ്ങനെയുള്ളവരെ സൂക്ഷിക്കണമെന്ന് മക്കളോട് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ. കാരണം ഇതൊരു കെട്ടകാലമാണ്. എത്ര അടുപ്പമുള്ള വ്യക്തിയാണെങ്കിലും ദുഷിച്ച മനസ്സോടെ കുട്ടികളോട് പെരുമാറുന്നവരുണ്ട്. കുട്ടിക്കാലത്തെ ദുരനുഭവങ്ങൾ പലർക്കും താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. തിരുവനന്തപുരം കല്ലറയിൽ 9-ാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതിന്റെ കാരണം തേടിപ്പോയപ്പോഴാണ് ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവം അറിഞ്ഞത്. നാട്ടുകാർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ വിശദമായ പരിശോധനയിലാണ് കുട്ടി ലൈംഗിക ചൂഷണത്തിന് ഇരയായ കാര്യം അറിയുന്നത്. കേസിൽ അയൽവാസിയായ ധർമ്മരാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ കുട്ടിയെ താൻ പീഡനത്തിന് ഇരയാക്കിയിരുന്നതായി പ്രതി സമ്മതിച്ചു. ഇതുപോലുള്ള ചൂഷണങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായാൽ അത് വീട്ടിൽ തുറന്നു പറയാനുള്ള സാഹചര്യം മാതാപിതാക്കൾ സൃഷ്ടിക്കണം കേട്ടോ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.